നമ്മളിപ്പോൾ നിൽക്കുന്നത് ഭീമ ജ്വല്ലറിയുടെ കോട്ടയം ഷോറൂമിലാണ്. ഇവിടുത്തെ സ്വർണ്ണാഭരണങ്ങളുടെ പുതിയ കളക്ഷൻസ് നമുക്കൊന്ന് പരിചയപ്പെടാം. ഇത് വരുമ്പോൾ കുന്തൻ വർക്ക് മിക്സ് ചെയ്തിട്ടുള്ള വരുന്നത്, സിമ്പിൾ ആയിട്ടുള്ളതാണ്. ഗോൾഡിന് ഇമ്പോർട്ടൻസ് ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റോൺസിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഈക്വൽ ആയിട്ടുള്ള എഫക്ട് കൊടുത്തേക്കണം. പിന്നെ ഓരോ ബോർഡറിലും ഗോൾഡിന്റെ വർക്കിന്റെ വ്യത്യാസം അനുസരിച്ചുള്ള പോളിഷ് വേരിയേഷൻ ഉണ്ടാവും. അപ്പൊ ഈ ഭാഗത്ത് കൂടുതൽ ഒരു മാറ്റ് ഫിനിഷ് പോർഷൻ ആയതുകൊണ്ട് അവിടെ ഗോൾഡിന്റെ അപ്പിയറൻസ് ആയിരിക്കില്ല തൊട്ട് മുകളിലെ ലൈനിൽ വരുന്നത്. അവിടെ കുറച്ച് ഇങ്ങനെ ക്രിസ്പി ആയിട്ടുള്ള ഗോൾഡ് വർക്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതിൽ ആ ക്രിസ്പി പോർഷന്റെ ഇടയിലേക്ക് മറ്റേ ഓക്സിഡൈസ് ഫിനിഷ് ഇറങ്ങുമ്പോൾ ആ ക്രിസ്പി പോർഷൻ മാത്രം ബ്രൈറ്റ് ആയിട്ട് നിൽക്കും. അതാണ് ആ കോൺട്രാസ്റ്റ് കാണുന്നത് എപ്പോഴും. ഇതൊക്കെ ഹാൻഡ് വർക്കാണ്. ഇതിനൊക്കെ ഇതിൽ ഈ സൈഡിൽ യൂസ് ചെയ്യുന്നതൊക്കെ കുന്തൻ സ്റ്റോൺസ് ആണ്. ഇത് സ്റ്റോൺ തന്നെ, കുന്തൻ തന്നെ കളർ സ്റ്റോൺസ് ആണ്. ജഡാവ് വർക്ക് എന്ന് പറയും. ഇതിനൊക്കെ ഓരോ വർക്കിന് ഒരു പേരുകളൊക്കെ ഉണ്ട്. ഈ മാഗസിനെ വെച്ച് അറിയാൻ പറ്റും, സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യണം. അല്ലെങ്കിൽ ഇപ്പൊ എൻഗേജ്മെന്റിനൊക്കെ ഒരു സെറ്റ് ആയിട്ടൊക്കെ മാത്രം ഒരു നെക്ലസ് അതിന്റെ അതെ ഫംഗ്ഷനൊക്കെ കൂടുതൽ ഇപ്പൊ ബ്രൈഡ് ആണെങ്കിൽ ഇപ്പൊ റിസപ്ഷനൊക്കെ അങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റിയൊരു എക്സ്ക്ലൂസീവ് മോഡലാണ്. ഇതൊക്കെ നമുക്ക് കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് കോമൺ ആക്കുന്ന പാറ്റേൺസ് അല്ല, നമുക്ക് ഓരോരോ ഇൻഡിവിജ്വൽ ഡിസൈൻസ് ആണ് വരുന്നത്. അങ്ങനെയുള്ള സ്പെഷ്യൽ കണക്ഷനിൽ വരുന്നതാണ് ഇതൊക്കെ വരുന്നത്. ഇതൊക്കെ ഒരു 12-14 പവൻ ആ റേഞ്ചിലൊക്കെ വരുന്നത്. ഇതിന്റെ തന്നെ ഇതിപ്പോ നമ്മൾ ഒരു ഡിസ്പ്ലേയിൽ കാണിക്കുമ്പോൾ ഇതിന്റെ ഒരു പീസ് ഇതിന്റെ തന്നെ വിവിധ വെറൈറ്റീസ് ഉണ്ട്. ഇത്തരം വർക്കുകളുടെ തന്നെ ഡിസൈനുകൾ മാറ്റിക്കൊണ്ട് ഇതിന്റെ വെയിറ്റ് ചിലപ്പോൾ 5 പവനിലോ 6 പവനിലോ 7 പവൻ അങ്ങനെയുള്ള റേഞ്ചുകളിലൊക്കെ ഇതേപോലെ ഇതിന്റെ തന്നെ ചെറുതല്ല ഉദ്ദേശിക്കുന്നത്. ഇതേ വർക്കിൽ തന്നെ ഡിസൈനുകൾ മാറ്റിക്കൊണ്ട് നമ്മൾ പാറ്റേൺസ് ഒത്തിരി നമ്മുടെ എല്ലാ ബ്രാഞ്ചിലും ഉണ്ട്. കൊച്ചിയിലാണെങ്കിലും കോട്ടയത്താണെങ്കിലും മൈസൂർ, കോയമ്പത്തൂർ തുടങ്ങിയ ബ്രാഞ്ചുകളിലൊക്കെ നമുക്ക് ചെയ്തെടുക്കാവുന്ന അല്ലെങ്കിൽ അതുപോലത്തെ പാറ്റേൺസ് ഒക്കെ എല്ലാ ബ്രാഞ്ചുകളും നമ്മൾ വെച്ചിട്ടുണ്ട്. മനസ്സിലായില്ല, നമുക്ക് ഈ ഒരു നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള വർക്ക് ഉണ്ട് എന്നുള്ളതാണ്. ഇതിൽ നിന്നെ പല വെറൈറ്റികൾ നമുക്ക് സെലക്ഷൻ കിട്ടും. ഇത് അതുപോലെ കുണ്ടൻ വർക്കിൽ ചെയ്തിട്ടുള്ള ഒരു ലെയർമാലയാണ്. സൈഡില് 2 ബ്രോച്ച് പോലെയുള്ള പോർഷനിൽ മാത്രം കുന്തന്റെ വർക്ക് കൊടുത്തിട്ട് താഴത്തേക്ക് ലെയർമാല, മോഹനമാല എന്നൊക്കെ പറയും. നമുക്ക് സാധാരണ പ്ലെയിൻ ബോൾസ് അല്ല, ബോൾസിൽ തന്നെ വർക്ക് ഉള്ളതാണ് ചെയ്തിരിക്കുന്നത്. സാധാരണ റിസപ്ഷനൊക്കെ പോകുമ്പോൾ ലേഡീസ് മാക്സിമം യൂസ് ചെയ്യുന്ന ശരിയാണ്. കുറച്ച് ഒരു മിഡിൽ ഏജ് അങ്ങനെയുള്ളവരൊക്കെ ഇത് സിമ്പിൾ ആയിട്ട് സാരിയുടെ കൂടെ ഇടുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. സാരിയുടെ ഫ്ലീറ്റിന് മുകളിൽ അതൊരു ഫ്ലാറ്റ് ആയിട്ട് ഇങ്ങനെ വരുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും. ചിലരൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ യൂസ് ചെയ്യുമ്പോൾ സാരിയുടെ കൂടെ ഫ്ലീറ്റിന്റെ മുകളിൽ മാത്രം വരുന്ന പോർഷനിൽ ഇത് യൂസ് ചെയ്യുമ്പോൾ നെക്കില് ഒഴിവായിരിക്കും, നെക്ലസ് ഉണ്ടാവില്ല. അപ്പൊ മിഡിൽ ലെങ്ത്തിലായിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. കഴുത്ത് കാലിയായിരിക്കും, പക്ഷെ മിഡിൽ ലെങ്ത്തിൽ ഇത്തരം ആഭരണം വരുമ്പോൾ ഈ 2 പോർഷൻ നമുക്ക് ബ്രോച്ചായിട്ട് ഈ 2 സൈഡിലാണ് വരും. അതൊരു പ്രത്യേക ഭംഗിയാണത്. അതിനൊരു കൺസെപ്റ്റ് ഉണ്ട് ആ രീതിയിൽ. അങ്ങനെ യൂസ് ചെയ്യാവുന്ന ഒരു പാറ്റേൺ ആണ്. അതിന്റെ തന്നെ മാച്ചിങ് ഇയറിംഗ്സ് സ്റ്റോൺസ് അത് നോർമൽ സ്റ്റോൺസ് കുന്തൻ എന്ന് പറയും. കുന്തൻ വർക്ക്, ജഡാവ് വർക്ക് എന്ന് പറയും. കുന്തൻ ജഡാവ് എന്ന് പറഞ്ഞ വർക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് സ്റ്റോൺസിന്റെ സൈഡിൽ കൂടെ ഗോൾഡിന്റെ ഒരു കവർ വരുന്നുണ്ട്. ഗോൾഡിന്റെ കവർ ചെയ്തിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഇതിന്റെ ബാക്ക് വളരെ ഷീറ്റ് പോലെ അതിന്റെ ഉള്ളിലാണ് സ്റ്റോൺ. മറ്റുള്ളതൊക്കെ സ്റ്റോൺ നമുക്ക് ബാക്കിൽ കൂടി കാണാൻ പറ്റും. സ്റ്റോൺ കൺസീൽഡ് ആയിട്ട് ചെയ്തിരിക്കുന്ന വർക്കാണ്. വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള വർക്കാണ് വരുന്നത്. അതുകൊണ്ടാണ് ആ പേര് തന്നെ പറഞ്ഞ അങ്ങനെ കുന്തൻ ജഡാവ് വർക്ക് എന്നാണ് പെട്ടെന്ന് മനസ്സിലാവുക. അതിന്റെ ഇയറിംഗ്സ് ഈ പോർഷന്റെ ഒരു മിനിയേച്ചറാണ് ഇയറിംഗ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇവിടുത്തെ ഒരു റൗണ്ടും അതിന്റെ ഹാങ്ങിങ് വിത്ത് ഇതിന്റെ ഒരു ബോൾ അങ്ങനെ ലേറ്റസ്റ്റ് എല്ലാവരും ട്രെൻഡാണ് യൂസ് ചെയ്യുന്നത്. അതെ, ഇതിപ്പോ കല്യാണത്തിനൊക്കെ നമുക്കിത് ഇൻ ബിറ്റ്വീൻ ഒരു മിഡിൽ ലെങ്ത് ചെയിനായിട്ടൊക്കെ ആഭരണങ്ങളുടെ സെറ്റിങ്ങിന്റെ കൂട്ടത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ തന്നെ നമുക്ക് അല്ലാതെ ഇപ്പൊ കല്യാണത്തിന് ആഭരണങ്ങളുടെ സെറ്റ് നമ്മൾ കാണിച്ചു തരാം. അപ്പൊ അതിലും ഇങ്ങനെ ഇടയ്ക്ക് യൂസ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ഓരോരുത്തരുടെ ബഡ്ജറ്റ് അനുസരിച്ച് നമുക്ക് ആഭരണങ്ങളുടെ ഡിസൈൻ സ്റ്റൈല് അറേഞ്ച് ചെയ്യുന്ന രീതികളൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിലൊക്കെ ഈ ലെയർ പോലുള്ള മാലകൾ വരുമ്പോൾ ഒരുവിധം ഏരിയ കവർ ചെയ്യുന്നു. ശരിക്കും ഒറ്റ നെക്ലസ് കൊണ്ട് തന്നെ കവർ ചെയ്യാൻ സാധിക്കും. ഇത് മാങ്ങയുടെ തന്നെ നേരത്തെ നമ്മൾ ഇവിടെ കാണിച്ചില്ലേ ഹാഫ്, അതിന്റെ തന്നെ ഫുള്ളാണ് വരുന്നത്. ഫുൾ മാങ്ങ അത് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതാകുമ്പോൾ നമുക്ക് ഡബിൾ സൈഡ് യൂസ് ചെയ്യാം. പിന്നെ മാങ്ങയുടെ ഒരു ഉരുളിമ ശരിക്കും കാണാൻ പറ്റും നമുക്ക് ഇതിൽ. അതിനുള്ള റിച്ച്നെസ് ഉണ്ട് ശരിക്കും. കണ്ടോ, അത് തന്നെ ബാക്കിലൊക്കെ വേറെ കളറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സ്റ്റോൺസ് ഒരെണ്ണം റെഡ് സ്റ്റോണാണ് യൂസ് ചെയ്തിരിക്കുന്നത്, ഗ്രീൻ സ്റ്റോണാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ ഈ മാങ്ങയ്ക്ക് നമുക്കൊരു സാൻഡൽ ടിന്റ് കൊടുത്തിട്ടുണ്ട്. ഒരു ചന്ദനത്തിന്റെ ഒരു പോളിഷ് കൊടുത്തിട്ടുണ്ട്. സാൻഡൽ ഫിനിഷ് ഇതിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് പല പേരിൽ ഇങ്ങനെ അറിയപ്പെടും. പല പേരിലായിരിക്കും മാർക്കറ്റിൽ അറിയപ്പെടുന്നത്. മാങ്ങയുടെ ഷേപ്പും ഉണ്ടല്ലോ, അത് ഒരു പ്രത്യേക ഭംഗിയാണ്. ഉരുണ്ട് വരുമ്പോൾ അതിന് പ്രത്യേക ഭംഗിയുണ്ട്. ഇത് വന്നിട്ട് ഒരു 15 പവൻ 15-15 പവൻ ആ റേഞ്ചിലേക്കാണ് വരുന്നത്.
ചമയത്തിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. ഞങ്ങളുടെ വിലാസം ടു ദ പ്രൊഡ്യൂസർ ചമയം, കൈരളി TV, NH ബൈപ്പാസ്, വെണ്ണല PO, കൊച്ചിൻ 20. അപ്പോൾ പുതുപുത്തൻ കാഴ്ചകളുമായി നമ്മൾ വീണ്ടും കാണുന്നു അടുത്ത ആഴ്ച ഇതേ സമയം ഇതേ ദിവസം. Till then, it's me.